ഞാൻ ദൈവത്തിനൊരു അടിമയായിരിക്കും. എൻ്റെ മനസ്സ് കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് ഐ ഷാൽ ബി എ ബോണ്ട് സെർവൻറ്റ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആലയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടാളിയായി ഞാൻ അവൻ്റെ അടിമയായിരിക്കും. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് സാഹചര്യങ്ങൾ വന്നാലും എൻ്റെ ഈ ഹൃദയത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ: എന്നെ വിലയ്ക്ക് വാങ്ങിയ യജമാനനെ എൻ്റെ ആയുഷ്കാലം മുഴുവനും എനിക്ക് സേവിക്കണം. ഞാൻ അടിമയാണ്. ഇസ്രായേലിൽ ഒരു അടിമയ്ക്ക് 7 സംവത്സരം തികയുമ്പോൾ അവന് വേണമെങ്കിൽ ഓടിപ്പോകുവാൻ, യജമാനനോട് പറഞ്ഞിട്ട് മടങ്ങിപ്പോകുവാൻ അവന് അവസരമുണ്ട്. പക്ഷേ ഈ അടിമ മടങ്ങിപ്പോകത്തില്ല. ഈ അടിമ പിന്നെയും ചെന്ന് പറയുകയാണ്: ഞാൻ ആയുഷ്കാലം മുഴുവനും നിനക്കായി നിന്റെ വീട്ടിൽ ജീവിച്ചു കൊള്ളാം. അടിമയുടെ കാതു പിടിച്ച് കട്ടളക്കാലിനോട് ചേർത്ത് വെച്ച് അടിച്ച് അവനെ ആ വീടിൻ്റെ ഒരു അവകാശമാക്കി തീർക്കും. ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് ദൈവപാദത്തിങ്കൽ അർപ്പിക്കാം: കർത്താവേ, ആയുസ്സു തീരുന്ന നാൾ വരെയും ഞാൻ അങ്ങയുടെ വീട്ടിൽ, അങ്ങയുടെ രാജ്യത്തിൽ, അങ്ങയുടെ തോട്ടത്തിൽ, അങ്ങയുടെ വേലയിൽ, അങ്ങയുടെ സേവനത്തിൽ ഒരടിമയായിരുന്നു കൊള്ളാം. ദൈവത്തെ അടിമകളാക്കുകയല്ല, ദൂതന്മാരെ അടിമയാക്കുകയല്ല, നാം തന്നെ അടിമയായി തീരാം. കർത്താവിൻ്റെ അടിമ.